പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ജീക്സൺ സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ജീക്സൺ സിംഗ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടായേക്കില്ല. താരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്ന വാർത്തകളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ IFTWC പോലത്തെ പ്രമുഖ പേജുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ജീക്സണെ സ്വന്തമാക്കാൻ വേണ്ടി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ. ജീക്സണെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി 2-3 ISL ടീമുകൾക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ താരം ഈസ്റ്റ് ബംഗാളായിട്ട് ടേംസ് ഒക്കെ എഗ്രി ചെയ്തിട്ടുണ്ട് എന്നാണ് IFTWC വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീക്സൺ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ജീക്സണ് 3 വർഷത്തെ ഒരു എക്സ്റ്റൻഷൻ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ താരത്തിന് തീരെ താല്പര്യമില്ല. ജീക്സണ് പുതിയ ടീമിലേക്ക് പോകാൻ തന്നെയാണ് താല്പര്യമുള്ളത്. ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ജീക്സൺ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരുകയുള്ളൂ. ജീക്സനെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തേക്കുമെന്ന വാർത്തകളാണ് നിലവിൽ പുറത്തു വരുന്നത്. ഇനി പേപ്പർ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമറിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഡിമിട്രോസിന്റെ പകരക്കാരനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നത് മോഹൻ ബഗാന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള അർമാൻഡോ സാദിഖുവിനെയാണ്. സിലിസ് പോലത്തെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള പേജൊക്കെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. വരുന്ന 24 മണിക്കൂറിനുള്ളിൽ ഒരു ഡിസിഷൻ എടുത്തേക്കുമെന്ന് ഇന്നലെ മാർക്കസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. നിലവിലിപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പഞ്ചാബ് എഫ്സിക്കും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനുമായിരുന്നു അർമാൻഡോയെ സൈൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടായിരുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന്റെ സൈനിങ് പൂർത്തിയാക്കിയേക്കുമെന്ന വാർത്തകളൊക്കെയാണ് നിലവിലിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു അർമാൻഡോ സാദിഖ് കാഴ്ചവെച്ചിരുന്നത്. വളരെ കുറച്ച് അവസരങ്ങൾ മാത്രമായിരുന്നു താരത്തിന് കഴിഞ്ഞ സീസണിൽ ലഭിച്ചിരുന്നത്. എന്നിട്ട് പോലും താരം 8 ഗോളുകൾ സ്കോർ ചെയ്തിരുന്നു. മാത്രമല്ല മികച്ചൊരു ഫിനിഷർ കൂടിയാണ് അർമാൻഡോ സാദിഖു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെയൊന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.